ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്തായ്ക്ക് അതിതീവ്രമായി ഒരുങ്ങേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഇനിയുള്ള ദിവസങ്ങൾ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം: അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചവരാണ് നാം എല്ലാവരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയ്ക്കുമേൽ കൃപ ഉണ്ട് എന്ന വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് എന്ന് തിരിച്ചറിയണം. തമ്പുരാൻ്റെ വലിയ കരുണ നമ്മെ പൊതിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോയോട് പറയണം: ഈശോയെ, കൃപയിൽ ജ്വലിക്കാനുള്ള അനുഗ്രഹം എനിക്ക് ദിവസങ്ങളിൽ തരണം. പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള അനുഗ്രഹം എനിക്ക് തരണം. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടൊപ്പവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.